ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ടോയ് മേക്കിംഗ് ആൻഡ് സെല്ലിംഗ് പഠിക്കാനായിട്ട് പലർക്കും താല്പര്യമുണ്ടെങ്കിലും ഓൺലൈനിലൂടെ എങ്ങനെ പഠിക്കാൻ സാധിക്കും, ഓൺലൈനിലൂടെ പഠിച്ചാൽ ശരിയാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരു 10% ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഒക്കെ തന്നെ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്ത ഒരാൾക്ക്, സ്റ്റിച്ചിങ്ങിനെക്കുറിച്ച് ഒട്ടും അറിയാത്ത, ബേസിക് പോലും അറിയാത്തവർക്ക് ഓൺലൈനിലൂടെ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നേരിട്ട് വന്ന് പഠിക്കുമ്പോൾ ടീച്ചറുടെ കൂടെ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോഴേ ശരിയാവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഓൺലൈനിലൂടെ പഠിച്ചാലും ഓഫ്ലൈനിലൂടെ പഠിച്ചാലും നമ്മൾ പഠിക്കുന്ന പോലെയാണ് കാര്യങ്ങളിരിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെ ആയാലും സെയിം തന്നെയാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ വർക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്ന വർക്കുകൾ അവർ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരാറുണ്ട്. ഇതെല്ലാം ഓൺലൈൻ സ്റ്റുഡൻസ് നമുക്ക് ചെയ്തു തന്നതാണ്. ഓഫ്ലൈൻ പോലെ തന്നെ ഡെയിലി ചെയ്തത് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അയച്ചില്ലെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ സൺഡേയ്സിൽ ആ ഒരു വീക്കിൽ ചെയ്ത എല്ലാം നമ്മൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ഓരോ പ്രൊഡക്റ്റിനും സെയിലിന് വേണ്ടിയിട്ടുള്ള ക്യാപ്ഷൻസും ഹാഷ്ടാഗ്സും ഒക്കെ എങ്ങനെ കൊടുക്കാം എന്നും നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പ്രൊഡക്ട്സ് മേക്കിംഗ് മാത്രമല്ല, സെയിൽസും വരുമാനവും നമ്മൾ ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഓരോ ദിവസവും ചെയ്യുന്നത് എന്താണ് മിസ്റ്റേക്ക്, എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നെല്ലാം മനസ്സിലാക്കി അടുത്തൊരെണ്ണം അതിലും പെർഫെക്റ്റാക്കി ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ് ഞാൻ സ്റ്റുഡൻസിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഠനത്തോടൊപ്പം ഓർഡേഴ്സ് എടുത്ത് ചെയ്തോളാനാണ് അവരോട് പറയാറുള്ളത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള പേപ്പർ പാറ്റേൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ എന്താണോ അത് ഏത് സൈസിലാണോ ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു സൈസിലോട്ട് ചെയ്ത് കൊടുത്തോളാനാണ് നമ്മൾ പറയാറുള്ളത്. ആ ഒരു കോൺഫിഡൻസിന്മേലാണ് നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് എച്ച്ഐയിലും ആമസോണിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഫസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസ് തന്നെ സെയിലിന് വേണ്ടിയിട്ട് ഇടാറുണ്ട്. ഡെയിലി അപ്ഡേറ്റ്സ് തരുന്നവർക്ക് സെയിൽ കൂടാനുള്ള ടിപ്സും ട്രിക്സും നമ്മൾ പറഞ്ഞു കൊടുക്കാറും കൂടെയുണ്ട്. 15 days ആണ് നമ്മുടെ ഡ്യൂറേഷൻ എങ്കിലും വർക്കിംഗ് വിമൻസിനൊക്കെ വീക്കിലി ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ചെയ്തിട്ട് അപ്ഡേഷൻ തരാറുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഡ്യൂറേഷൻ കൂട്ടി കൊടുക്കാറുമുണ്ട് കേട്ടോ. ഓരോ പ്രൊഡക്റ്റ് ചെയ്തിട്ടും കറക്റ്റ് മെത്തേഡ്സ് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് മാത്രമല്ല, അത് സെയിലിന് വേണ്ടിയിട്ടുള്ള ക്യാപ്ഷൻസ് ഹാഷ്ടാഗ് കൂടെ കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ ചെയ്തത് ഒരെണ്ണമാണെങ്കിലും അവർക്ക് സെയിൽ കിട്ടാറുണ്ട്. കാരണം അത്രയും നമ്മൾ പെർഫെക്റ്റായി ചെയ്യുമ്പോൾ, കാരണം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഉള്ള ഡീറ്റെയിൽസും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഓരോ സൈറ്റ് അവർ ഇടുന്ന പ്രൊഡക്ട്സിന് ഓർഡേഴ്സും കിട്ടുന്നത് കൊണ്ട് അവർക്ക് കോൺഫിഡൻസും കൂടാറുണ്ട്. ഓൺലൈൻ ആണെങ്കിലും 10 to 6, അതായത് രാവിലെ 10 തൊട്ട് വൈകുന്നേരം 6 വരെ ഡെയിലി ഡൗട്ട് ക്ലിയറൻസിന് ഞാൻ തന്നെ കൂടെ നിന്ന് ചെയ്യാറുണ്ട്. അവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൗട്ട് അതാത് സമയത്ത് ക്ലിയറാക്കാൻ പറ്റുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈസി ആയിരിക്കും. അല്ലാതെ അവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൺലൈൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സെക്ഷൻ ക്ലിയർ ചെയ്യാതെ മുന്നോട്ട് പോകാനും പറ്റത്തില്ല. ആ ഒരു പ്രൊഡക്റ്റ് നല്ല പെർഫെക്റ്റ് ആവത്തുമില്ല. അതുകൊണ്ട് 10 to 6 ഡെയിലി അവർ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൂടെ നിന്ന് ആ ഒരു പ്രൊഡക്റ്റ് പെർഫെക്റ്റ് ആക്കി 100% ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വർക്ക്ഷോപ്പുകളും 100% സക്സസ് ആണ് എന്ന് ഞാൻ നല്ല കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നതാണ്. ഇനി നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പ്രായപരിധിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും ബാധകമല്ല. നമുക്ക് 7 days തൊട്ട്, അതായത് 7 ദിവസം തുടങ്ങി 21 ദിവസം വരെ ഡ്യൂറേഷൻസ് ഉള്ള വർക്ക്ഷോപ്സുകളുണ്ട്. സോഫ്റ്റ് ടോയ്, മെമ്മറി ടോയ്, ഫെൽറ്റ് ടോയ്. ഫെൽറ്റ് ടോയിൽ തന്നെ സ്റ്റിച്ചിങ്ങിന് ഉള്ളതും സ്റ്റിച്ചിങ് ഇല്ലാത്തതുമായിട്ട്, അതായത് സ്യൂയിങ് ഫെൽറ്റ് ടോയ്, നോ സ്യൂയിങ് ഫെൽറ്റ് ടോയ്, അങ്ങനെ വർക്ക്ഷോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. പാറ്റേൺ ബുക്ക്, മെറ്റീരിയൽ കിറ്റ് എല്ലാം നമ്മൾ തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഓരോ വർക്ക്ഷോപ്പിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണുള്ളത്. അതായത് നമ്മൾ മെമ്മറി ടോയിൽ ചെയ്യുന്ന പാറ്റേൺസ് അല്ല, അതായത് പ്രൊഡക്ട്സ് അല്ല നമ്മൾ സോഫ്റ്റ് ടോയിലും ഫെൽറ്റിലും ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള
പാറ്റേൺ ബുക്കും മെറ്റീരിയൽ കിറ്റും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ വർക്ക്ഷോപ്സിനും നമ്മൾ സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസിനായിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ വർക്ക്ഷോപ്പ് ഡീറ്റെയിൽസ്, ലൈവ് ക്ലാസ്സസ്, നമ്മൾ യൂട്യൂബിൽ ലൈവ് ക്ലാസ്സസ് കൊടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെയാണ് ലൈവ് ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം കുറേയധികം ആൾക്കാർ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസിനേക്കാളും അവർക്ക് ഈസി ആയിട്ട് തോന്നുന്നത് യൂട്യൂബ് ലൈവ് ക്ലാസ്സസ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലുള്ള ലൈവ് ക്ലാസ്സസ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വരാറുള്ള കമൻസാണ് പാറ്റേൺ ബുക്കും മെറ്റീരിയൽ കിറ്റും മാത്രമായിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തരാമോ, കോഴ്സിൽ ജോയിൻ ചെയ്യാതെ നിങ്ങളതൊന്ന് സെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ തയ്ക്കാനൊക്കെ അറിയാം, യൂട്യൂബ് ലൈവ് ക്ലാസ്സസിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ അടുത്തുള്ള പഴയ തുണികളിൽ ഒക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ മാത്രമായിട്ട് അല്ലെങ്കിൽ പാറ്റേൺ ആയിട്ട് സെൻഡ് ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പാറ്റേൺ ബുക്കും മെറ്റീരിയൽ കിറ്റും മാത്രമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്